ഹായ് ഫ്രണ്ട്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേമ്പ് കൃഷിയെക്കുറിച്ചാണ്. ഇത് കണ്ടോ, ടെറസിൽ ഗ്രോ ബാഗിൽ നട്ട ചേമ്പാണ് ഇട്ടത്. 2 മാസം മുമ്പ് നട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതലും ഉണങ്ങിയ കരിയിലയും കുറച്ച് മണ്ണ് മാത്രമേ ഇട്ട് കൊടുത്താണ് ഈ ചേമ്പ് നട്ടത്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നമുക്കിതിന് കുറച്ചും കൂടെ വളവും മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. ഈ ചേമ്പ് നമുക്ക് ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ഇതേപോലെ നടാവുന്നതാണ്. ചാക്കിലും ഗ്രോ ബാഗിലൊക്കെ ആയാൽ നമുക്ക് വിളവെടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ തീരെ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതേപോലെ ചാക്കിൽ ഗ്രോ ബാഗിലൊക്കെ നട്ട് പിടിപ്പിക്കാം. സ്ഥലമുള്ളവർക്ക് മണ്ണിലൊക്കെ നടാവുന്നതാണ്. ഇതിൽ അധികവും ഉണങ്ങിയ കരിയിലകൾ ഇട്ട് കൊടുത്താണ് ഈ ചേമ്പിൻ്റെ വിത്ത് നട്ടത്. കുറച്ച് മണ്ണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് താഴ്ന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വളവും മണ്ണൊക്കെ നല്ല പോലെ കൂട്ടി കൊടുക്കണം. വിത്ത് നടുമ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ് വിത്ത് നട്ടത് കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള കിച്ചൺ വേസ്റ്റ്, നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ തന്നെ നമുക്കിതിനിട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചേമ്പ് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പറമ്പിലുള്ള കരിയിലകളൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചാൽ നമുക്ക് ചേമ്പിന്, ചേനയ്ക്ക്, മഞ്ഞളിനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കരിയിലകളൊക്കെ പൊടിഞ്ഞ് നല്ലൊരു വളവുമാവും. അത് പൊടിഞ്ഞ് മണ്ണൊക്കെ നല്ലൊരു ഇളക്കമുള്ള മണ്ണാവുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ട ഗ്രോ ബാഗിൽ നട്ട ചേനയൊക്കെയാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ വളം ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അത് നടുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിന് എന്താണ് വളം കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ വിറക് കത്തിച്ച ചാരം, ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ചാരം ഇട്ട് കൊടുക്കുക. ഇനി അതില്ലാത്തവർ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഞാനിവിടെ ചാരമാണ് ഇട്ട് കൊടുക്കുന്നത്. ചാരം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടെ കൂട്ടിക്കൊടുക്കണം. ഇതേപോലെയൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല പോലെ ചേമ്പ് കിട്ടുന്നതാണ്. അതുപോലെ താള് കറി വെക്കാം, ഇതിൻ്റെ തണ്ട് എടുക്കാം. ചേമ്പ് നട്ടാൽ പല ഗുണങ്ങളുണ്ട്. ഇലകൾ തോരൻ വെക്കാം, താള് കറി വെക്കാം, സാമ്പാറിലൊക്കെ ഇടാം. അപ്പോൾ അതാ വളട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് കുറച്ചൊക്കെ മണ്ണൊക്കെ നല്ല പോലെ കൂട്ടിക്കൊടുക്കണം. മണ്ണിട്ട് കൊടുത്താലേ വിത്തൊക്കെ പൊട്ടി വരികയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പറമ്പിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ഒക്കെ ഇതുപോലെ മണ്ണിട്ട് കൊടുക്കണം. മണ്ണ് എത്രത്തോളം കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ അതിൽ നന്നായിട്ട് ചേമ്പുണ്ടാവും. അപ്പോൾ നമുക്കിതിന് വലിയ വളങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ വളങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ ചേമ്പ് കൃഷി ചെയ്യുക. ഞാൻ ഇടാൻ പോകുന്നത് ഇതേപോലുള്ള ചാരവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതാ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് പച്ചിലകളും കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ആ രീതിയിൽ തന്നെ എല്ലാ ഗ്രോ ബാഗിലും നമുക്ക് ഇതുപോലെ ചാരട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുക്കാം. ചേമ്പിന് നമുക്ക് വലിയ സൂര്യപ്രകാശമുള്ള സ്ഥലമൊന്നും വേണ്ട കൃഷി ചെയ്യാൻ. തെങ്ങിൻ്റെ ഇടവിളയായിട്ടും അതുപോലെ മറ്റുള്ള മരങ്ങളുടെ ഇടയിലൊക്കെ നമുക്ക് ഈ ചേമ്പ് നട്ടുപിടിപ്പിക്കാം. ഇത് കണ്ടോ, പറമ്പിൽ നട്ട ചേമ്പാണ്. ഇതിനും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ വളവും മണ്ണൊക്കെ നല്ല പോലെ കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ചേമ്പിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കരിയിലകളൊക്കെ ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം, നല്ലൊരു ഈർപ്പവും കിട്ടും. മണ്ണ് നല്ല വായു സഞ്ചാരം ഉണ്ടാവും. നല്ല ഇളക്കമുള്ള മണ്ണ് വയ്ക്കാറ്. നമ്മൾ കൂടുതൽ കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മണ്ണൊന്നും കട്ട പിടിച്ച് പോവില്ല. അപ്പോൾ അത് കണ്ടോ, പറമ്പിൽ മഞ്ഞൾ, ചേമ്പ്, പൂള സ്ഥലമുള്ളവർക്കൊക്കെ ഇതുപോലെയും നട്ട് കൊടുക്കുക. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലെ ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ നട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുത്തിട്ട് നല്ല വിളവാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അതാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവെച്ചത്. അപ്പോൾ എല്ലാവരും ചേമ്പൊക്കെ കൃഷി ചെയ്യുക. അപ്പോൾ ചേമ്പിന് വലിയ പരിചരണങ്ങളൊന്നും ഇല്ലെങ്കിലും ചേമ്പ് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ചേമ്പ് ഇപ്പോൾ നട്ട് കൊടുത്താൽ ഓണത്തിന് വിളവെടുക്കുകയും ചെയ്യാം. നല്ല രീതിയിൽ തന്നെ ചേമ്പ് വിളവെടുക്കാം. ഒരു 5 മൂടൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചേമ്പ് നമുക്ക് കിട്ടും. ഒരു വിത്താണ് നമ്മൾ ഇതിൽ നട്ട് കൊടുത്തത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ കടഭാഗവും വിത്തും നമുക്ക് നടാം. ഒരു പ്രാവശ്യം ചേമ്പ് നട്ട് കഴിഞ്ഞാൽ പിന്നെ വിത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചേമ്പിൽ നിന്ന് നമുക്ക് വിത്തെടുത്ത് നടാവുന്നതാണ്.
അപ്പോൾ എല്ലാവരും ചേമ്പൊക്കെ കൃഷി ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.